സ്തോത്രം. ദൈവം നമ്മളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഇന്നത്തെ ചിന്തയ്ക്ക് ഒരു വചനം വായിക്കാം. ഉൽപ്പത്തി 6-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യം ഒന്ന് ഉറച്ചു വായിച്ചേ. ഭൂമിയിൽ മനുഷ്യന്റെ ദുഷ്ടത വലിയതെന്നും അവന്റെ ഹൃദയ വിചാരങ്ങളുടെ നിരൂപണമൊക്കെയും എല്ലായ്പ്പോഴും ദോഷമുള്ളതത്രേ എന്നും യഹോവ കണ്ടു. സ്തോത്രം. നമ്മളിപ്പോൾ വായിച്ചു കേട്ട വചനം ശ്രദ്ധിച്ചല്ലോ. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച സമയത്ത് ഒരു കുഴപ്പവുമില്ലായിരുന്നു. സാത്താനെപ്പോൾ അതിനകത്ത് കയറിയോ അപ്പത്തൊട്ടുള്ള പ്രശ്നങ്ങളാണ്. സ്തോത്രം. ഞാനീ പറയാൻ വന്നത്, നമ്മളുടെ ഭവനങ്ങളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് പരിശുദ്ധാത്മാവിനെ കുറിച്ചാണോ അതോ ജഡത്തെക്കുറിച്ചാണോ അതോ വഴക്കിനെ കുറിച്ചാണോ? അപ്പം നമ്മൾ തന്നെ വീട്ടിൽ ദൂരോട്ട് എവിടെയെങ്കിലും പോയിട്ട് തിരിച്ചു കയറി വരുമ്പോൾ ആരും പരിശുദ്ധാത്മാവിൻ്റെ വാക്ക് സംസാരിക്കുമെന്ന് കേട്ട് ഇല്ല. സ്തോത്രം. നമ്മുടെ പ്രാർത്ഥനയുടെ വാക്ക് ഒക്കെ പറയുമെന്ന് കേട്ട് അതും പറയില്ല. അപ്പുറത്ത് വഴക്ക് നടന്നു, ആ ചേച്ചി ഇങ്ങനെ പറഞ്ഞു, ആ കുഞ്ഞമ്മ ഇങ്ങനെ സംസാരിച്ചു, വല്യമ്മ ഇങ്ങനെ സംസാരിച്ചു, ഇങ്ങനെ പറയൂ. അപ്പോൾ നമ്മൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു ആത്മീയൻ എപ്പോഴും ആത്മീയ തലത്തിലുള്ളതേ സംസാരിക്കാം. അത് പെട്ടെന്ന് ആർക്കും അങ്ങനെ പറ്റത്തില്ല. ആത്മീയ തലത്തിൽ സംസാരിക്കാനായിട്ട് പെട്ടെന്ന് അവർക്ക് പറ്റത്തില്ല. ഈ പറഞ്ഞ കാര്യം ഈ വചനത്തിൻ്റെ ആഴത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. മനുഷ്യൻ്റെ വിചാരങ്ങളാണ് യഹോവയ ദൈവത്തിന് കോപിപ്പിക്കത്തക്ക നിലവാരത്തിലായിപ്പോയത്. മനുഷ്യൻ്റെ ഇഷ്ടത്തിൻ്റെ, മനുഷ്യൻ്റെ ഇതെനിക്ക് വേണം, കർത്താവ് പറയും അത് വേണ്ട, ഇല്ല എനിക്കിത് തന്നെ വേണം, ഇത് തന്നെ എന്നിൽ ഇരിക്കണം, ഇത് തന്നെ എനിക്ക് ആവശ്യമുണ്ട്, ഈ ഡ്രസ്സ് തന്നെ വേണം. ഇങ്ങനെ പറയുമ്പോൾ തന്നെ ആ കുടുംബത്തിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കമുണ്ടാകും. രണ്ടാമത്, സന്ധ്യയ്ക്കുള്ള പ്രാർത്ഥനയും പകലുള്ള പ്രാർത്ഥനയും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. സ്തോത്രം. സന്ധ്യയ്ക്കുള്ള പ്രാർത്ഥന മക്കളെയൊക്കെ ഇരുത്തിയെങ്കിലും ഈ രാവിലെ തൊട്ടുള്ള ആ സംഭാഷണങ്ങളും വാക്കുകളും വാക്ക് തർക്കങ്ങളും ഒക്കെ ആ ഭവനത്തിൽ എങ്ങനെ തങ്ങി തളം കെട്ടിക്കിടക്കും. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. പ്രാർത്ഥിക്കുന്ന നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. നമ്മുടെ ഭവനങ്ങളിൽ നമുക്കൊരു പ്രാർത്ഥന റൂം കാണത്തില്ല. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ കിടക്കുന്ന ബെഡ്റൂമും അവിടെ ഒരു ബൈബിൾ വെച്ച് നമ്മൾ വായിക്കുകയും ധ്യാനിക്കുകയും ഒക്കെ ചെയ്യും. പക്ഷേ യഥാർത്ഥത്തിൽ നിങ്ങൾക്കൊരു ഭവനത്തിനകത്ത് ഒരു പ്രയർ റൂം സെറ്റ് ചെയ്തെടുക്കണം. അതിൻ്റെ ഗുണം എന്തെന്ന് കേട്ടുകഴിഞ്ഞാൽ, പ്രയർ റൂമിനകത്ത് നിങ്ങളോടൊപ്പം പ്രാർത്ഥിക്കാൻ മനസ്സുള്ളവർ മാത്രമേ അതിനകത്ത് കയറത്തുള്ളൂ. ഒരു കലകവും പ്രശ്നങ്ങളും ഒക്കെ അതിനകത്ത് കയറത്തില്ല. കാരണം നമ്മൾ അതിനകത്ത് കയറില്ല, ഞാൻ പ്രാർത്ഥിക്കുന്ന റൂമാണ്. പണ്ട് കാലങ്ങളിൽ ഹൈന്ദവ ബാക്ക്ഗ്രൗണ്ടിലുള്ളവരെല്ലാം ഒരു പൂജാമുറി സെറ്റ് ചെയ്യും. ആ പൂജാമുറിക്കകത്ത് ആരും പോകില്ല. ആ വിളക്കും കാര്യങ്ങളും കത്തിക്കുന്നവർ മാത്രമേ പോവുള്ളൂ. വേണ്ട. അപ്പോൾ അവർക്കായിട്ടുള്ളൊരു ഒരുക്കം. എന്നാൽ നമുക്കിന്ന് പ്രാർത്ഥിക്കുന്ന നമുക്കൊരു സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു റൂമോ ഒരു പ്രാർത്ഥന റൂമോ ഒന്നുമില്ല. എന്ത് കാരണം എന്ന് പറയുമോ? അത് കുഴപ്പമില്ല, നമ്മൾ വീട്ടിൽ നമ്മുടെ റൂമിൽ ഇരുന്ന് പ്രാർത്ഥിച്ച് വായിക്കാമല്ലോ. ഈ ദൈവ സാന്നിധ്യം എന്ന് പറഞ്ഞൊരു സംഭവം അത് നിങ്ങൾ ഉദ്ദേശിക്കുന്നതല്ല. അത് ഭയങ്കരമായിട്ടുള്ള സംഭവമാണ്. കാരണം നാവിന് തന്നെ അധികാരമുണ്ട്. മരണത്തിൻ്റെയും ജീവൻ്റെയും അധികാരം നാവിൽ കിടപ്പുണ്ട്. അത് ജീവൻ്റെ വാക്ക് പറഞ്ഞാൽ ജീവൻ തന്നെ സംഭവിക്കും, മരണത്തിൻ്റെ വാക്ക് പറഞ്ഞാൽ മരണം തന്നെ സംഭവിക്കും. നെഗറ്റീവ് തന്നെ സംസാരിച്ചാൽ നെഗറ്റീവ് തന്നെ അവിടെ തളം കെട്ടി കിടക്കും. പോസിറ്റീവ് പറയാൻ മനസ്സ് വരില്ല. ഇതിനകത്ത് തന്നെ സാത്താൻ എന്ത് ചെയ്യും? കയറി അവിടെ ഇരിക്കും. നാളത്തെ കാര്യം, മറ്റന്നത്തെ കാര്യം, അതിൻ്റെ അപ്പുറത്തെ കാര്യം, ഇനി ഒന്നും നടന്നില്ലെങ്കിൽ വേറെ ഏതെങ്കിലും. അപ്പോൾ ഇത് വരുമ്പോൾ നമുക്ക് ഭയങ്കര ടെൻഷനുണ്ടാവും. ആത്മാവിലിരുന്ന് ദൈവവചനം ധ്യാനിക്കാനോ ആത്മാവിലിരുന്ന് ദൈവവചനം നന്നായി ഗ്രഹിച്ചെടുക്കാനോ പറ്റത്തില്ല. കാരണം ബഹളവും സംഭാഷണങ്ങളും അതും ഇതും ഒക്കെ കേട്ട് നമുക്ക് വല്ലാത്തൊരു അസ്വസ്ഥതയുണ്ടാകും. അതുകൊണ്ട് നീ ചെയ്യേണ്ടത് ഒറ്റ സംഭവം, നിൻ്റെ ഹൃദയത്തിനകത്ത് ദൈവവചനം ധ്യാനിക്കാൻ പ്ലാൻ ചെയ്യുന്നത് നല്ല കാര്യം. പക്ഷേ ഒരു പ്രയർ റൂം കണ്ടെത്തണം, അതിനകത്ത് കയറണം, വചനം ധ്യാനിക്കണം. ഇപ്പോൾ യോഗാസനം ചെയ്യുന്ന ആൾക്കാരെ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. അവരൊരു നല്ലൊരു സ്ഥലം കണ്ടെത്തിയാണ് അവർ യോഗ ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ആ യോഗ ചെയ്യുമ്പോൾ അവരുടെ മൈൻഡ് മൊത്തം അതിനകത്തേക്ക് ഇറങ്ങുകയാണ്. അവർക്ക് കോപം ഉണ്ടെന്നിട്ട് ഇല്ല. ഞാൻ സംസാരിച്ചിട്ടുണ്ട് ഒരുമാതിരിപ്പെട്ട ആൾക്കാരുടെ അടുത്തൊക്കെ. അവർ പറഞ്ഞത് എനിക്കൊരു അനുഭൂതി ഉണ്ടാകുന്നുണ്ട്. ഇപ്പം നമുക്ക് ഏറ്റവും കൂടുതൽ ഹൃദയത്തിൻ്റെ അകത്ത് കിടക്കുന്ന ആഗ്രഹങ്ങളെ നിവർത്തിക്കുക എന്നുള്ളൊരു ചിന്താ മെൻറ്റാലിറ്റിയാണ്. യോഗാസനവും അതിൻ്റെ ഒരു മെയിൻ ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്നത്. കൊച്ചുകുട്ടികളെ യോഗ പഠിപ്പിക്കുന്ന വലിയ ആൻറ്റിമാരെ അങ്കിൾമാരെ ഒക്കെ ഇതിപ്പോൾ പഠിപ്പിച്ചെടുക്കുകയാണ്. കാരണം
ഏറ്റവും കൂടുതൽ IT കമ്പനിയിലുള്ള ആൾക്കാരെയാണ് അവർ പഠിപ്പിച്ചെടുക്കുന്നത്. കാരണം ഹൃദയം, മൈൻഡ്, ഇത് രണ്ടും വളരെ ഷാർപ്പായി, വളരെ ശാന്തമായി ആ ശാന്തതയ്ക്കകത്ത് അവർ ധ്യാനിച്ചു തുടങ്ങിയാണ്. പക്ഷെ അത് അവർക്ക് ഏറ്റവും വലിയ ഡേഞ്ചറാണ്. എന്നാൽ പരിശുദ്ധാത്മാവ് എന്താ പറയുന്നത്? എൻ്റെ സാന്നിധ്യം നിൻ്റെ അകത്ത് വരണമെങ്കിൽ നീ സകലതും വിട്ട് എൻ്റെ പിന്നാലെ തിരികെ. കണ്ട, യേശുവിൻ്റെ ഒരാൾ വന്ന് സംസാരിച്ച് പറഞ്ഞു, നീ സകലതും വിട്ടെൻ്റെ പിന്നാലെ തിരി. നമുക്കത് പറ്റൂല, നമുക്ക് വിടേണ്ടത് വിടാൻ പറ്റത്തില്ല. സ്തോത്രം, ഹല്ലേലൂയ. നീ വിട്ടു നോക്ക്, ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. വചനം വായിച്ചാൽ നീ ജയിക്കുമെന്ന് സാത്താൻ അറിയാം. അതുകൊണ്ട് നിന്നെ വായിപ്പിക്കാൻ സമ്മതിക്കത്തില്ല. എന്തിനാ ഞാൻ ഇത് സംസാരിക്കുന്നതെന്നറിയോ? സ്തോത്രം. ഓരോ ദിവസം ചെല്ലും തോറും നമ്മുടെ ആൾക്കാർ ബാക്കിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക. പ്രാർത്ഥിക്കുന്ന ആൻറ്റിമാർ, അങ്കിൾമാർ, പാസ്റ്റേഴ്സ് എല്ലാം പുറകിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. സ്കൂളിൽ പഠിക്കുന്ന, കോളേജിൽ പഠിക്കുന്ന മക്കൾക്കെല്ലാം ടെൻഷനാണ്. എങ്ങനെ പരീക്ഷ എഴുതണം, എങ്ങനെ അത് ചെയ്യണം, എങ്ങനെ ഇത് ചെയ്യണം, ഞാൻ തോക്കുമോ. കഴിഞ്ഞ പ്രാവശ്യം ഒരു വിഷയം വന്ന് ഞാൻ എഴുതിയില്ല, തോറ്റുപോയി. എന്തിനു ടെൻഷൻ അടിക്കുന്നത്? മനസ്സിനെ ശാന്തമാക്കാൻ ദൈവവചനം വ്യക്തമായി പറയുന്നുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. നിൻ്റെ മനസ്സിലാണ് ദൈവം ഇടപെടുന്നതും ദൈവം സംസാരിക്കുന്നതും. സ്തോത്രം. അതുകൊണ്ട് ഓടിച്ചെന്ന് യോഗാസനം ചെയ്തു കളയരുത്. വചനം ധ്യാനിക്കേ. ആറ്റരികത്തിൽ നട്ടതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതെന്നോ സങ്കീർത്തനക്കാരൻ പറയുന്നേ. ഏത് വിഷയം കേട്ടാലും ടെൻഷൻ വിട്. അത് ഇവർ സംസാരിച്ച് എന്നെക്കുറിച്ചാണ് അവർ സംസാരിച്ചത്. എന്നെ എപ്പോഴും നോക്കിയാലും ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ ഓരോന്ന് സംസാരിക്കുന്ന. ക്ഷമിക്കണേനൊരു പരിധിയില്ലേ? എത്രയെന്ന് പറഞ്ഞാൽ ക്ഷമിക്കും. കർത്താവ് പറഞ്ഞത് 1 വട്ടമല്ല, 70 വട്ടം. അതും പത്രോസിനോട്, പത്രോസേ നീ 70 വട്ടം. അപ്പോൾ ഇവർ പറയുന്നതിലല്ല നമുക്ക് വിഷയം, നമ്മൾ ചിന്തിച്ച് കൂട്ടുന്നതാണ് വിഷയം. ഒരു വിഷയം നിങ്ങളെ തേടി വരുമ്പോൾ അത് ദൂരെ കളയാണ്ട് അതിനെ അങ്ങനെ എടുത്തു വെച്ച് നിങ്ങളുടെ മണ്ടത്തലയിൽ കൊണ്ടുവച്ച് ചിന്തിക്കുന്നില്ലേ, അവിടെയാണ് സാത്താൻ പ്രവർത്തിക്കുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, കഴിഞ്ഞ കുറച്ച് എപ്പിസോഡിന് മുമ്പ് പറഞ്ഞ പോലെ, പ്രാർത്ഥിക്കുന്ന പാസ്റ്ററല്ല പിന്നെ പുറത്ത് വന്ന് സംസാരിക്കുന്ന ആൾ. പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ഒരു സ്വഭാവം, പ്രാർത്ഥന കഴിഞ്ഞ് പുറത്ത് വരുമ്പോൾ ഒരു സ്വഭാവം എന്ന് പറഞ്ഞതിൻ്റെ കാരണം ഇതാ. ബൈബിൾ ജഡപ്രകാരം വായിക്കരുത്. കർത്താവേ, ഇത് പരിശുദ്ധാത്മാവാണ് എഴുതിയ, എനിക്കിതിൻ്റെ പൊരുൾ തിരിച്ചു തരണം, എനിക്കിതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ ആത്മാവ് സഹായം. അപ്പോൾ ഇങ്ങനെ നിരന്തരം പരിശുദ്ധാത്മാവും വചനവുമായി നിങ്ങൾ നിൽക്കുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ ഷുഗർ, പ്രഷർ, സീരിയസ് ആയിട്ട് പറയണം, ടെൻഷൻ മാറിക്കും. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കിയിട്ട് പറ. ദൈവവചനം നിങ്ങൾ ദിനം തോറും മടിക്കാതെ ധ്യാനിച്ച് നോക്കുക. നിങ്ങളുടെ ഉറക്കം മാറും, നിങ്ങളുടെ കോപം മാറും, നിങ്ങളുടെ ക്ഷീണം മാറും. ആത്മാവിൽ പുതിയത് നിങ്ങൾക്ക് പ്രസംഗിക്കാൻ ദൈവം തരും. പുതിയ കാഴ്ചപ്പാടിലേക്ക് സ്വർഗം നിങ്ങളെ കൊണ്ടെത്തിക്കും. സ്തോത്രം, ഹല്ലേലൂയ. അതുകൊണ്ടാണ് തമ്പുരാൻ പറഞ്ഞേ, മനുഷ്യൻ്റെ നിരൂപണങ്ങൾ യഹോവയ്ക്ക് കോപമുണ്ടായി, പക്ഷെ അതിൽ നോഹയ്ക്ക് മാത്രം ദൈവത്തിൻ്റെ കൃപ. കണ്ട, നോഹയ്ക്ക് മാത്രം. നോഹ ദൈവത്തോട് ചേർന്ന് നടന്നു. ഈ കാലഘട്ടത്തിൽ നമ്മൾ ദൈവത്തോട് ചേർന്ന് നടന്നാലേ കുടുംബത്തെ നല്ല കാര്യം ചെയ്യാൻ പറ്റൂ, മക്കളോട് സംസാരിക്കാൻ പറ്റൂ, ഭാര്യയോട് സംസാരിക്കാൻ പറ്റൂ. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. ഞാനും എപ്പോഴും ഇങ്ങനെയാണ്, പരിശുദ്ധാത്മാവേ എന്നെ നിറയ്ക്കണമെന്നാണ് എൻ്റെ എപ്പോഴും ഉത്തര പ്രാർത്ഥന. ദൈവം എല്ലാവരും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. ആമേൻ.